B2 സ്പിരിറ്റ് ആകാശത്തിലെ ചെകുത്താൻ അമേരിക്കയുടെ ഏറ്റവും കരുത്തനായ ഏറ്റവും പ്രഹരശേഷിയുള്ള യുദ്ധവിമാനം, ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരിയായ യുദ്ധവിമാനം. B2 സ്പിരിറ്റിന്റെ ഡിസൈനിൽ തന്നെ ഏറെ പ്രത്യേകതകളുണ്ട്. പെരിഗ്രീൻ ഫാൽക്കണിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് B2 സ്പിരിറ്റിനെ നിർമ്മിച്ചിരിക്കുന്നത്. പ്രത്യേകത, പെരിഗ്രീൻ ഫാൽക്കൺ തന്നെ മണിക്കൂറിൽ 370 കിലോമീറ്റർ വരെ വേഗത്തിൽ പറക്കാൻ ശേഷിയുള്ള പക്ഷിയാണ്. ഞൊടിയിടയിൽ വെട്ടിത്തിരിയാൻ ശേഷിയുള്ള പക്ഷിയാണ്. അതേ നിലയിലാണ് പൂർണ്ണമായും ഈ ചിത്രങ്ങൾ തന്നെ വ്യക്തമാക്കുന്നു. പെരിഗ്രീൻ ഫാൽക്കന്റെ അതേ രൂപത്തിലാണ് B2 സ്പിരിറ്റിന്റെ ഡിസൈൻ. ഒപ്പം ഇതിന്റെ വലുപ്പം എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഫുട്ബോൾ കോർട്ടിൽ ഈ യുദ്ധവിമാനം ഇട്ടാൽ ഇതേ നിലയിലായിരിക്കും. അതായത് ഇതിന്റെ വീതി 52.4 മീറ്റർ, നീളം 21 മീറ്റർ, ഭാരം 72 ടൺ എന്നതാണ് B2 സ്പിരിറ്റിന്റെ രൂപവുമായി ബന്ധപ്പെട്ട വിവരം. ഒറ്റ പറക്കലിൽ 11,000 കിലോമീറ്റർ, 6,000 നോട്ടിക്കൽ മൈൽ വരെ പറക്കാൻ ശേഷിയുണ്ട്. അത് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാനുള്ള ശേഷി കൂടിയാകുമ്പോൾ ഭൂലോകം മുഴുവൻ ഒറ്റ പറക്കലിൽ കവർ ചെയ്യാനുള്ള ശേഷി ഈ വിമാനത്തിനുണ്ട്. മണിക്കൂറിൽ 1010 കിലോമീറ്റർ വേഗമാണ്. വേഗം നോക്കിയാൽ ഒരുപക്ഷെ കുറവായിരിക്കാം, പക്ഷേ ഞൊടിയിടയിൽ ഏത് ഓപ്പറേഷനും സാധ്യമാകുമെന്നതാണ് ഈ വിമാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത്. 18,000 കിലോ വരെ സ്ഫോടക വസ്തുക്കൾ വഹിക്കാനുള്ള ശേഷി, ആണവായുധം, ഭൂഗർഭ അറകൾ തകർക്കാൻ ശേഷിയുള്ള ബങ്കർ ബസ്റ്റർ, ഇപ്പോൾ ഇറാനിൽ ഉപയോഗിച്ച അത്തരം ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള B2 സ്പിരിറ്റ് എന്തുകൊണ്ടും ലോകത്തിലെ ഏറ്റവും കരുത്തുള്ള വിമാനമായി മാറുന്നു. ഇതിൻ്റെ നിർമ്മാണം നടത്തുന്നത് നോർത്രോപ്പ് ഗ്രമൻ എന്ന അമേരിക്കൻ കമ്പനിയാണ്. ബോയിങ് അടക്കമുള്ള കമ്പനികളുടെ സാങ്കേതിക സഹായം ഇതിൻ്റെ നിർമ്മാണ വേളയിലുണ്ട്. ആദ്യ പറക്കൽ 1989 ജൂലൈ 17 ഇതിൻ്റെ പരീക്ഷണ പറക്കൽ നടക്കുന്നത്. 1997 ഔദ്യോഗികമായി ഇത് അമേരിക്കൻ വ്യോമസേനയുടെ ഭാഗമായി മാറുന്നത്. ആദ്യ സൈനിക നടപടിയിൽ B2 സ്പിരിറ്റ് ഔദ്യോഗികമായി അമേരിക്ക ഉപയോഗിക്കുന്നത് 1999 കൊസോവ യുദ്ധത്തിലാണ്. അവിടെ ആഭ്യന്തര കലാപം രൂക്ഷമായിരുന്ന സമയത്ത് നാറ്റോ ഇടപെടുകയും നാറ്റോ സേനയുടെ ഭാഗമായി അമേരിക്ക ഈ ബോംബർ വിമാനം അവിടെ ഉപയോഗിക്കുകയുണ്ടായി. തുടർന്ന് ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, ലിബിയ, യമൻ തുടങ്ങിയ രാജ്യങ്ങളിലും ഈ B2 സ്പിരിറ്റ് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. നിലവിൽ 19 വിമാനങ്ങളാണ് അമേരിക്കൻ വ്യോമസേനയുടെ കൈവശം B2 സ്പിരിറ്റ് ഉള്ളത്. 2 വിമാനങ്ങൾ 2008 2022 നടന്ന ചില അപകടങ്ങളെ തുടർന്ന് 2 വിമാനങ്ങൾ ഒഴിവാക്കേണ്ടി വന്നു. അത് മാറ്റി നിർത്തിയാൽ 19 വിമാനങ്ങൾ നിലവിൽ അമേരിക്കൻ വ്യോമസേനയുടെ ഭാഗമാണ്. 2032 വരെ B2 സ്പിരിറ്റ് വിമാനങ്ങൾ ഉപയോഗിക്കാനാണ് അമേരിക്കൻ വ്യോമസേനയുടെ നിലവിലെ തീരുമാനം. അതിനുശേഷം വരാൻ പോകുന്നത് ഇതിലും കരുത്തേറിയ, ഇതിലും അപകടകാരിയായ വിമാനമാണ്. നോർത്രോപ്പ് ഗ്രമൻ തന്നെ അതിൻ്റെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. B-21 റെയ്ഡർ എന്ന വിമാനങ്ങളാണ് അടുത്ത ഘട്ടത്തിൽ വരുന്നത്. നിലവിൽ ഏറ്റവും പ്രഹരശേഷിയുള്ള ലോകത്തിലെ യുദ്ധവിമാനമാണ്. അതാണ് ഇറാനിൽ അമേരിക്ക ഉപയോഗിക്കപ്പെട്ടത്. 4 വിമാനങ്ങൾ വന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ആ വിമാനങ്ങൾ വളരെ സുരക്ഷിതമായി അമേരിക്കയിലേക്ക് തിരികെ എത്തുകയും ചെയ്തിട്ടുണ്ട്.